ഇത് ജനകീയ പ്രക്ഷോഭം ഇപ്പോ ഇതില് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്ന ഒരു വലിയ കാര്യമാണ് പിണറായി വിജയന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് എന്തായി. അതിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തോ കേന്ദ്രവും ബി ജെ പി ഇവിടുത്തെ പിണറായി വിജയന്റെ സർക്കാർ പിണറായി വിജയനും തമ്മിൽ രഹസ്യമായിട്ടുള്ള, ഞാൻ പ്രേക്ഷകരുടെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്, ഒരുപാട് കമന്റുകൾ ഇടുന്നുണ്ട്. അത് നമ്മുടേതായിട്ടുള്ള പ്രേക്ഷകർ തന്നെയാണ്, അവരുടെയൊക്കെ ഒരു സംശയമാണ്. ആ ഒരു ആകുലതകൾ എങ്ങനെ നീക്കാനാവും പറ്റും സർ? കാരണം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടായാലും ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ വന്നതിന് ശേഷം ഇവിടെ പലരെയും ചോദ്യം ചെയ്യുന്നു. ഇന്നിപ്പോൾ ശിവശങ്കരൻ ഇപ്പോഴും ഉള്ളിലാണ് പുറത്താണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. പിണറായി വിജയൻ ഉള്ളിലാവുമോ പുറത്താവുമോ, അതല്ലെങ്കിൽ വീണ വിജയനാവുമോ എന്നുള്ള ഒരുപാട് ആ ഒരു നിഗൂഢമായിട്ടുള്ള നീണ്ടു പോകുന്ന തീരുമാനങ്ങൾ. ഇത് എങ്ങനെയാണ് പ്രേക്ഷകർക്ക് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് വിശദീകരിക്കാനാവുക? ബൈജു പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഇവിടുത്തെ UDF-ഉം ഇവിടുത്തെ മാധ്യമങ്ങളും പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ വലിയ ബന്ധമാണ്. അതുകൊണ്ട് പിണറായി വിജയനെ എതിർക്കുന്ന അല്ലെങ്കിൽ പിടിച്ചകത്തിടാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലെ എന്തുകൊണ്ട് BJP ഉപയോഗിക്കുന്നില്ല? ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു കുറ്റവാളിയെ പിടികൂടുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ്. ഭരണകൂടത്തിന്റെ കയ്യിൽ പോലീസുണ്ട്, അന്വേഷണ ഏജൻസികളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു കുറ്റവാളിക്കെതിരെ ഉപയോഗിക്കാൻ ഭരണകൂടത്തിന് വളരെ എളുപ്പമാണ്. എന്നാൽ ഭരണകൂടം തന്നെ കുറ്റവാളിയായി മാറുമ്പോൾ ഈ ഭരണകൂടം അവരുടെ കയ്യിലിരിക്കുന്ന പോലീസിനെയും അവരുടെ കയ്യിലിരിക്കുന്ന അന്വേഷണ ഏജൻസികളെയും അവരുടെ കയ്യിലിരിക്കുന്ന നിയമ സംവിധാനങ്ങളെയും പരിപൂർണമായിട്ടും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. അതിന്റെ ഉദാഹരണം കൂടി ഞാൻ പറയാം. അതായത് പലപ്പോഴും കേരളത്തിലെ കേസുകൾ സംസ്ഥാന സർക്കാരിന് എതിരായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും വ്യക്തിക്ക് എതിരായിട്ട് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നേതാവിനെതിരെ വരുന്ന സമയത്ത് ഖജനാവിലെ പണമെടുത്ത് നിർബാധം ചെലവഴിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ അഴിമതി കാണിച്ച ഉദ്യോഗസ്ഥന്മാരെയും അഴിമതി കാണിച്ച നേതാക്കന്മാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതി വക്കീലന്മാർക്ക് ഈ ഖജനാവിൽ നിന്ന് മുടക്കുന്നുണ്ട്. എന്നാൽ ഖജനാവിന്റെ ഉടമസ്ഥരായിട്ടുള്ള ജനങ്ങൾ എതിർക്കുന്നില്ലല്ലോ. അവർ പറയണ്ടേ, ഞങ്ങളുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങൾ കാണിച്ച തെറ്റിന് വേണ്ടി സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കെതിരെയുള്ള കേസ് നടത്തണമെങ്കിൽ നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊള്ളണം എന്ന് പറയണ്ടേ? അതെന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഇന്നും ഈ പറഞ്ഞ കൊള്ളക്കാരായ ഭരണകൂടത്തിന് ഉണ്ട്. അതുകൊണ്ട് അവര് വെച്ച് വിളമ്പുന്ന എല്ലാ നുണകളും വലിച്ചു വാരി കഴിക്കാൻ ഇവർ തയ്യാറാണ്. ഇപ്പോൾ കേന്ദ്രം ഇങ്ങോട്ട് വന്നു എന്നിരിക്കട്ടെ, കേന്ദ്രം ഇങ്ങോട്ട് വന്നു പിണറായി വിജയനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ചർച്ച നേരെ മറിയും. പിണറായി വിജയൻ എന്ത് തെറ്റ് ചെയ്തു, എന്താ തെളിവ്, എവിടെ തെളിവ് ഹാജരാക്കാൻ പറ്റും? തെളിവെന്ന് പറയുന്നത് പിണറായി വിജയന്റെ കയ്യിൽ തന്നെയായിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന തെളിവെടുത്ത് പിണറായി വിജയനെതിരെ എങ്ങനെ ഉപയോഗിക്കും? അപ്പോൾ അന്വേഷണ ഏജൻസികൾ, പോലീസ് സംവിധാനങ്ങൾ ഇതൊക്കെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും. ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ചാനലുകളും എല്ലാം പിണറായി വിജയന്റെ അവതാരങ്ങൾ പാടാൻ തുടങ്ങും. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ഇത് കണ്ടോ, BJP വിരുദ്ധരായിട്ടുള്ള എല്ലാ ഭരണകൂടങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയും. ഇത് നമ്മൾ കണ്ടതല്ലേ ഡൽഹിയില്, ഇത് നമ്മൾ കണ്ടതല്ലേ ജാർഖണ്ഡില്. അവിടെയൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടപ്പോൾ അത് നന്നായി എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞില്ല, ഇവിടെ CPM-കാർ പറഞ്ഞില്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞില്ല, ബുദ്ധിജീവികൾ പറഞ്ഞില്ല. മറിച്ച് എന്താ പറഞ്ഞത്? രാഷ്ട്രീയ വൈര്യം തീർക്കാൻ വേണ്ടിയാണ് കേജ്രിവാൾ അടക്കം 2 മുഖ്യമന്ത്രിമാരെ BJP ഇപ്പോൾ അകത്തിട്ടിരിക്കുന്നത്. 3ാമത്തെ മുഖ്യമന്ത്രി അകത്തിടുമ്പോൾ ഇതല്ലേ പറയാൻ പോകുന്നത്. അപ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലെത്തിട്ടാൽ കോടതി അവരെ വെറുതെ വിടും. കാരണം കോടതിയുടെ മുമ്പാകെ ചെല്ലുമ്പോൾ തെളിവുകളില്ല. എന്തുകൊണ്ട് തെളിവില്ല? കാരണം തെളിവ് കൊടുക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. ഭരണകൂടം തന്നെ കുറ്റവാളിയായാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കേജ്രിവാളിനെ എങ്ങനെ അകത്തിട്ടു എന്ന് ചോദിക്കാം. കേജ്രിവാളിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാള് അകത്താകുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും കേന്ദ്രത്തിന്റെ കയ്യിലുണ്ടായിരുന്നു, അന്വേഷണ ഏജൻസിയുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് തന്നെയാണ് സോറന്റെ കാര്യത്തിലും അവിടെയും സംഭവിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എവിഡൻസോട് കൂടി ഒരു ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി കുറ്റവിമുക്തമാക്കുകയോ പുറത്തേക്ക് ജാമ്യം അനുവദിച്ച് വിടുകയോ ചെയ്താൽ ഈ ചെയ്തതൊക്കെ തിരിച്ചടിക്കും. അതുകൊണ്ട് നിയമപരമായി വ്യവസ്ഥാപിതമായി അന്വേഷണത്തിന്റെ അങ്ങേയറ്റത്തെത്തി തെളിവുകൾ കിട്ടുന്നത് വരെ കേന്ദ്ര ഗവൺമെന്റ് നിസ്സഹായരാണ്.
ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നേരെ മറിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു, കേരള ഗവൺമെന്റിനെ അങ്ങ് പിരിച്ചുവിട്ടു, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നവർ തന്നെ തിരിഞ്ഞും. എന്നിട്ട് അവർ ചോദിക്കും, അത്രയും വേണമായിരുന്നോ, അത് ഇച്ചിരി കടന്ന കൈയായി പോയില്ലേ, അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവരും പറയേലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ പറയുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും സ്ഥിരമല്ല. ഈ പറയുന്നത് അഭിപ്രായങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നതാണ്. അതിന്റെ സത്യാവസ്ഥയെ കൃത്യമായി സ്പോട്ട് ചെയ്ത് തെളിവ് സഹിതം കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പാകെ എത്തിക്കുന്ന കാലം വിദൂരമല്ല. ഇപ്പോൾ PV അൻവർ ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുമോ, നാളെ മറിയുമോ എന്നും കൂടി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇപ്പൊ PV അൻവർ വളരെ വലിയ വിപ്ലവ നേതാവായി മാറി, വലിയ അത്ഭുതങ്ങൾ കാണിച്ചു. പക്ഷെ നാളെ PV അൻവറിന് കിട്ടേണ്ടതായത് കിട്ടിക്കഴിയുമ്പോൾ ഈ ആരോപണങ്ങളും മടക്കി കെട്ടി അദ്ദേഹം മുങ്ങിയാൽ ജനങ്ങൾ വിഡ്ഢികളാവില്ലേ? അല്ലെങ്കിൽ BJP വിഡ്ഢിയാവില്ലേ? കേന്ദ്ര ഗവൺമെന്റ് വിഡ്ഢിയാവില്ലേ? പലപ്പോഴും പല കേസുകളിലും കൃത്യമായ തെളിവുകളില്ലാതെ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ കോടതികൾ കേന്ദ്ര ഗവൺമെന്റിനെ മുഖത്തടിയേറ്റതുപോലെയുള്ള വിധികൾ കൊടുത്തിട്ടുണ്ട്, പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തെളിവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതിന് ശാസന ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. ഈ അനുഭവങ്ങളൊക്കെയുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ എവിഡൻസ് കിട്ടുന്നത് വരെ ഈ വിഷയത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോവുകയല്ലാതെ നിർവാഹമില്ല എന്നുള്ളതാണ് സത്യം. സർ, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ ഈ നിമിഷമൊക്കെ പുറത്തു വരുന്ന വാർത്തയാണ് PV അൻവറിനൊപ്പം മുഖ്യമന്ത്രി. അതായത് PV അൻവർ ഈ പറയുന്ന പ്രസ്താവനകളും ഈ കാര്യങ്ങളുമൊക്കെ രംഗത്ത് വന്നത് ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള, അതല്ലെങ്കിൽ TP രാമകൃഷ്ണൻ അടക്കമുള്ള, പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ നോമിനി ആയിട്ടാണ് വന്നത് എന്ന് പോലും പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യൂവിലൂടെ കാണാൻ പറ്റുമോ സർ? അതായത് പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഇതിലൂടെ ഒരുക്കുകയല്ലേ ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ആ ഒരു വീക്ഷണം വരുന്നത്? അത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ തന്ത്രം മാത്രമാണ്. ഒട്ടകപ്പക്ഷി മണലിൽ തലപൂഴ്ത്തി നിൽക്കുന്നത് പോലെയുള്ള ഒരു വില കുറഞ്ഞ ഹാസ്യാത്മകമായ പ്രതികരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്, എന്റെ കൈകൾ പരിശുദ്ധമാണ്, അല്ലെങ്കിൽ ADGPക്കെതിരെ ഞാൻ യാതൊരു വിധത്തിലുള്ള സംരക്ഷണ നിലപാടും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുതാര്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ ആവശ്യമായ നിലയിൽ ആദ്യമായി അദ്ദേഹം ആഭ്യന്തര വകുപ്പ് സ്ഥാനം ഒഴിയണം, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. എന്നിട്ട് ഈ പറഞ്ഞ അന്വേഷണം നടത്തട്ടെ. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരും. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള പദവി വിടില്ല, മുഖ്യമന്ത്രി എന്നുള്ള പദവി വിടില്ല. അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനോട് തനിക്കെതിരെ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ അന്വേഷണത്തിന് എന്താ ആത്മാർത്ഥത ഉണ്ടാവും? അപ്പോൾ അതൊക്കെ കേവലം വാചകമടി മാത്രമാണ്, അതിനപ്പുറത്തുള്ള യാതൊരു വിലയും അതിനില്ല.